ഹായ് ഓൾ, സെഹ്റ കിച്ചൻ ആൻഡ് ഗോഡ് ഫാം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യം തന്നെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ദിനാശംസകൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു വ്യൂവറിൻ്റെ കമൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം സലീംക്കയാണ്. സലീംക്കയുടെ ഓരോ കമൻറ്റും നമുക്ക് പ്രിയപ്പെട്ടതാണ്. കാരണം നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും സുഖവിവരങ്ങൾ അന്വേഷിച്ചതിന് ശേഷം നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും അതേപോലെ തന്നെ ഒരു പ്രത്യേക ഏതൊരു വ്യക്തിക്കും അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, ആ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു ചെമ്മരിയാടിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. എനിക്ക് ചെമ്മരിയാടിനെ വളർത്തിയിട്ടുള്ള ശീലവും ഇല്ല, പരിചയവും ഇല്ല. നമ്മൾ അതിൻ്റെ രീതിയിൽ നമ്മൾ അധികം അങ്ങോട്ട് ആഴ്ന്നറിഞ്ഞ് പഠിച്ചിട്ടുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അനുഭവസ്ഥരിൽ നിന്ന് നമ്മൾ എന്ത് നേടുന്നു അതാണ് യാഥാർത്ഥ്യമായിട്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് പറയാൻ പറ്റുള്ളൂ. എത്ര ശാസ്ത്രീയമായിട്ട് വളർത്താൻ നോക്കിയാലും ഓരോരുത്തരുടെ അനുഭവങ്ങളാണ് നമുക്ക് സ്വയമായിട്ട് പാഠമായിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെയുള്ളൊരു സ്വന്തമായിട്ട് അനുഭവമുള്ളൊരു വ്യക്തി വേണം എന്നുള്ളത് നിർബന്ധമായതുകൊണ്ട് ഞാൻ ഇന്ന് പോകുന്നത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള മധുരയിലുള്ള രാമനാഥപുരത്ത് സ്ഥിതി ചെയ്യുന്ന വാൽനോക്കം സൈഡിലേക്ക് പോകുന്ന ടൈമിൽ അവിടെ ഒരു കോറിയുടെ സൈഡിൽ ഒരു കുഞ്ഞു ഫാമുണ്ട്. 100-ലേറെ ചെമ്മരിയാടുകളെ പോറ്റുന്ന ഒരു യുവ കർഷകനെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ഇപ്പോൾ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ തമിഴ്നാടിൻ്റെ വ്യൂ ആണ്. നല്ല ചൂടുള്ള സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ഈ കുളത്തിലൊന്നും കാണില്ല കേട്ടോ. ഇപ്രാവശ്യം ഞാൻ പോയത് വളരെയധികം മഴയുള്ള ടൈമിലാണ്. രാവിലെ ഞങ്ങൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഫുഡ് ഉണ്ടാക്കിയെന്ന്, അന്ന് രാവിലെ ഞങ്ങൾ ഒരു 6:30-7 മണിക്ക് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ്, കുമാർ ഫാമിലേക്ക് പോവാണ് കേട്ടോ. ഈ കിടക്കുന്നത് വിറക് കൂട്ടിയിട്ടിരിക്കുന്നത് കരിയാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കോഴിയൊക്കെ ചൂടില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കരിയൊക്കെ യൂസ് ചെയ്യില്ലേ, അത് കൂടുതലും നമുക്ക് തരുന്നത് തമിഴ്നാടിൻ്റെ മക്കളാണ് കേട്ടോ. അവരത് കത്തിച്ച് കനലാക്കി, മഴക്കാലത്ത് അല്ല വേനൽക്കാലത്ത് അവരത് കത്തിച്ച് കനലാക്കിയിട്ട് അത് കരിയാക്കിയിട്ട് അവരത് പാക്ക് ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ കരിയായിട്ട് എത്തുന്നത്. വയൽ കൃഷിയൊക്കെ നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാൻ കേട്ടോ. പക്ഷെ വെയിൽ കാലത്ത് വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുക. അപ്പോൾ നമ്മൾ കുമാർ ഫാമിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇതാണ് മിസ്റ്റർ കുമാർ. അദ്ദേഹം വളരെയധികം ചെറുപ്പത്തിലേ ഈ ഒരു ഫാമിംഗ് മേഖലയിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിൻ്റെ ഗേറ്റാണ് ഇപ്പോൾ ഇത് കേട്ടോ. അപ്പോൾ വളരെയധികം ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഗേറ്റാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആടുകളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ കുമാറിൻ്റെ ആടുകൾ കേട്ടോ. ഇത് ഒരു തരം ഏത് ബ്രീഡാണെന്ന് കുമാർ തന്നെ നമുക്ക് പറഞ്ഞു തരും. പക്ഷേ ഇത് നമ്മൾ ഡ്രിം ചെയ്തെടുക്കില്ലേ, ഊളനൊക്കെ ഡ്രിം ചെയ്തെടുക്കുന്ന ആടുകളല്ല കേട്ടോ. ഇവർ വേറൊരു തരം ചെമ്മരിയാടുകളാണ്. വൈറ്റ് ആൻഡ് ബ്ലാക്കാണ് ഇവരുടെ മെയിൻ നിറം. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഇതിനാണെന്നൊക്കെയാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ല ആടുകളാണ്. ഇതിൽ മുട്ടനാടുകളുണ്ട്, പെടാടുകളുണ്ട്, അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികളുണ്ട്, തള്ളാടുകളുണ്ട്, 9 മാസമായ പെടക്കുട്ടികളുണ്ട്, കൊറ്റൻകുട്ടികളുണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ബ്രീഡിങ്ങിന് അവർ ഉപയോഗിക്കുന്ന മുട്ടൻ കേട്ടോ. ഒന്ന് വൈറ്റും ഒന്ന് ബ്ലാക്കുമാണ് അവർ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവർക്ക് ഗരാഹാരമൊന്നും കൊടുക്കുന്നില്ല കേട്ടോ കുമാർ, വെറും പച്ചപ്പുല്ലും വെള്ളവും. അപ്പോൾ നമുക്ക് ഒരു മാതൃകയാണ് ഇങ്ങനെയും ആടിനെ വളർത്താം എന്നുള്ളത്. അപ്പോൾ അതായത് അതിനർത്ഥം തീരെ ഗരാഹാരം കൊടുക്കണ്ട എന്നല്ല, പക്ഷേ ഇങ്ങനെയും നമുക്ക് നാച്ചുറലായിട്ട് ആടുകളെ വളർത്താം എന്നുള്ളതാണ്. ഗരാഹാരം നമ്മുടെ ഓരോ നാട്ടിലും ഓരോ രീതിയാണ്. അപ്പോൾ ഇവർക്കിത് ശീലമായി കഴിഞ്ഞു, നമ്മുടെ ആടുകൾക്ക് അത് ശീലമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ രീതിയിൽ വളർത്തണം. ഈ കാണുന്നത് ഒരു 3 ദിവസം എത്തിയ ആട്ടിൻകുട്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുമാറിനെ ഒന്ന് പരിചയപ്പെട്ടിട്ടാം. தமிழ்நாட்டிலேருந்து ராமநாதபுரம் மாவட்டம் ஏர்வாடியிலேருந்து கந்தகுமார் பேசுகிறேன். இது என்னோடய ஆட்டு பண்ணை. இதில் வந்து பட்னாடு, அரியாடு, எழுச்சியாடு, கம்பளாடு, கருப்பாடு, கண்ணங்கருப்பு எழுச்சிக்குட்டி எல்லாமே இருக்குது. இதுக்கு முன்னே அப்பா வச்சுருந்தாங்க. இப்போ அப்பாவுக்கு அப்புறம் நான் இனி அப்படியே தொடரும். இது 36 வருஷமாக நாங்கள் வந்து விடாமல் இதை பராமரிச்சுக்கிட்டு வரோம். அதிகமாக வரக்கூடிய நோய் வந்து வாக்காளருன்னு சொல்லுவாங்க. அதுக்கு வந்து வெள்ளாட்டு நீர் போடலாம், இல்லை வெள்ளாட்டம் பால் போடலாம், டராம்ஸ் மருந்து போடலாம், பொட்டு மாத்திரை போடலாம், தயிர் போடலாம், நாட்டுக்கோழி முட்டை போடலாம், இது ஒரு ஐடாக் போடலாம்.
இப்படி பல வகையான மருந்துகள் இருக்குது. അപ്പോൾ കുമാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഫാദറായിട്ട് തുടങ്ങി വെച്ചതാണ് ഈ ഒരു ഫാമിംഗ് മേഖല എന്ന് പറയുന്നത്. 36 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫാദർ തുടങ്ങി വെച്ച ഒരു മേഖല ഇദ്ദേഹം തായ്വകയായി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് 25 വയസ്സായി. ഇനിയും ഉള്ള തലമുറയ്ക്ക് ഇത് കൈമാറുമെന്ന് വളരെയധികം ഊർജ്ജസ്വലമായിട്ടാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. പിന്നെ അദ്ദേഹം പറയുന്നത് തമിഴ്നാടിൻ്റെ ബ്രീഡുകളെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ബ്രീഡുകളെ കുറിച്ചിട്ടാണ്. മെയിനായിട്ട് ആളുടെ കയ്യിലുള്ളത് പട്ടണാട് എന്ന് പറഞ്ഞിട്ടുള്ള ആടാണ്. തമിഴ്നാടിൻ്റെതായ ബ്രീഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോയമ്പത്തൂർ ചെമ്മരി, അതേപോലെ തന്നെ കീഴക്കരസൽ, മദ്രാസ് റെഡ് എന്ന് പറയും. മദ്രാസിൻ്റെ വെപ്പാട് എന്ന് പറയും ഇവർ. മദ്രാസിൻ്റെ റെഡ് ഷീപ്പിനെയാണ് ഇവരങ്ങനെ പറയുന്നത്. അതേപോലെ തന്നെ മെച്ചേരി, നീലഗിരി, രാമനാട് വൈറ്റ്, അതേപോലെ തന്നെ തിരുച്ചൂർ കറുപ്പാട്. അതായത് തിരുച്ചൂർ കറുപ്പാട് എന്ന് പറയുന്നത് തിരുച്ചൂർ ബ്ലാക്കിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ വേമ്പൂർ ആട്, വേമ്പൂർ ഷീപ്പിനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതേപോലെ കച്ചൈക്കട്ടി ബ്ലാക്ക്, കച്ചൈക്കട്ടി കറുപ്പാട് എന്ന് പറയും അവർ. അതേപോലെ തന്നെ ചെവ്വാട് ചേവാഡ് ഷീപ്പിനെ പറ്റിയിട്ടാണ് അവരത് അങ്ങനെ പറയുന്നത്. അപ്പോൾ പലതരം ബ്രീഡുകൾ തമിഴ്നാട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഓരോ പ്രദേശത്തിനനുസരിച്ചിട്ട് ഓരോ ചെമ്മരിയാടുകൾക്ക് വ്യത്യാസം വരുന്നും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞതൊക്കെ തമിഴ്നാടിൻ്റെ ബ്രീഡുകളെ പറ്റിയിട്ടാണ്. അതേപോലെ റാംബൗലറ്റ് കമ്പിളിക്ക് വേണ്ടിയിട്ട് മാംസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം അന്യരാജ്യ ആടുകളാണ്. അതായത് ഹൈബ്രിഡ് ആടുകൾ, അതായത് ഹൈബ്രിഡ് ചെമ്മരിയിൽ തന്നെ ഹൈബ്രിഡ് ആടുകളുണ്ട്. അതേപോലെ മെറീനോ കമ്പിളിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതും, അതേപോലെ ഷെവിയോ മാംസത്തിന് വേണ്ടിയിട്ട്, അതേപോലെ സൗത്ത് ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രീഡുണ്ട് ചെമ്മരിയിൽ തന്നെ, അതും മാംസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഈ ചെമ്മരിയാടുകളെ വളർത്തുന്നതിൻ്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ പരിസ്ഥിതിയോട് ഏത് പരിസ്ഥിതിയിലും അവർ വളരെയധികം നല്ല സ്മൂത്തായിട്ട് ഇണങ്ങി ചേർന്ന് പോകും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ വലിയ മേൽനോട്ട പരിശീലനങ്ങളൊന്നും വേണ്ട. ഹൈബ്രിഡിനെ വളർത്തുന്ന ആ ഒരു റിസ്ക് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഓരോ ദിവസം കൂടുന്തോറും ഇതിൻ്റെ ഇറച്ചിക്ക് വില കൂടുന്നു എന്നുള്ളതാണ്. മാംസത്തിന് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നു മെയിനായിട്ടും ഈ ചെമ്മരിയാടുകളെ. ഈ ദം ബിരിയാണി പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരാനുണ്ട്. എൻ്റെ സാറേ എന്നൊക്കെ പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. നല്ല സ്മെല്ലാണ് ദം ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ മട്ടൻ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് മട്ടൻ എന്ന് പറയുന്നത് ഷീപ്പിനെയാണ്, അല്ലാതെ നമ്മുടെ നാടൻ ആടിനെയല്ല. അത് ശരാശരി ഒരു 22-30 കിലോ മാംസം ഒരാടിൽ നിന്ന് ലഭിക്കും. ഈ ഒരു ആടിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 45-50 കിലോ വരെ. വെറും ഇറച്ചി മാത്രം ലഭിക്കുന്നത് 22-30 കിലോനോളം ലഭിക്കുന്നതാണ്. ഇപ്പം ഇനി നമുക്ക് ഇവരുടെ കൂടൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഈ കൂട് കാണിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു കൊട്ട കണ്ടു. ഈ കൊട്ട അവരുണ്ടാക്കിയിരിക്കുന്നത് ആട്ടിൻകുട്ടിയെ നമ്മൾ വേറെ ആക്കിയിട്ട് ഇടില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവരത് ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇരുമ്പിൻ്റെയാണ്, പക്ഷേ അവിടെ ഒന്നുണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇപ്പം ഇതിലുള്ളത് ഇരുമ്പ് കൊണ്ട് കമ്പി വളച്ചിട്ട് അത് വെൽഡ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇവരിതിന് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പനയുടെ പട്ട, ചൂടിക്കയറ്, അതേപോലെ പ്ലാസ്റ്റിക് കയറ്, അങ്ങനെയൊക്കെ പനയുടെ കമ്പ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ നല്ല ഭംഗിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല മുള്ളുള്ള ഏരിയ ആണ് കേട്ടോ. അതാണ് ഈ ആടുകളിങ്ങനെ വേച്ച് നടക്കുന്നത്, മുള്ളു കുത്തിയിട്ട്. അപ്പോൾ മുള്ളു കുത്തിയാൽ ഇവരെന്തോ ചെയ്യും, അത് നമുക്ക് ലാസ്റ്റ് പറയാം. ഇതാണ് നമ്മുടെ കുമാർ ഫാമിൻ്റെ ഷെൽട്ടർ എന്ന് പറയുന്നത്. 100-150 ആടുകൾ ഉള്ളൊരു ഫാമിൻ്റെ ഷെൽട്ടറാണിത്. ഏകദേശം ഒരു 90 ആടുകൾ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇത് നടക്കോ ഇല്ലയെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്താം കേട്ടോ. കാരണം നായയും അതേപോലെ തന്നെ ആടും ഒരുമിച്ച് കിടക്കുന്നത് കാണാം. അവർ തിക്ക് ഫ്രണ്ട്സാണ് തമിഴ്നാട്ടിലൊക്കെ കേട്ടോ. നമ്മുടെ നാട്ടിൽ ഭയങ്കര എന്താ പറയുക, കണ്ടാൽ മതി അപ്പം പിടിക്കാൻ കുത്തിരിക്കുന്ന ഒരു വില്ലനായിട്ടാണ് നായൊക്കെ നമ്മുടെ നാട്ടിൽ, അതേപോലെ കുറുക്കനും. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക, ശാന്തമായ ഒരു ഏരിയ, ഇങ്ങനെയുള്ള ഒരു ഏരിയ നമുക്കും കിട്ടാൻ വേണ്ടി നമ്മൾ കൊതിക്കും കേട്ടോ. പിന്നെ കേരളത്തിൽ അതിനുള്ള സ്ഥലം ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ അതറിയില്ല, പക്ഷേ തമിഴ്നാട്ടിൽ ഒരുപാട് സ്ഥലമുണ്ട് ഇതിന്.
ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലം ഈ ഒരു ഫാമിംഗ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് അവർ നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്ര ഇനി പണം ഇല്ലാത്തവൻ്റെ കയ്യിലുണ്ടാവും, ഒരു 50 സെൻറ്റ് 60 സെൻറ്റ് കയ്യിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. ഇത് വേറൊരു ഭാഗത്ത് അദ്ദേഹം വേലി കെട്ടിയിട്ട് വൈറ്റ് ആടുകളെ മാത്രം ആക്കിയിരിക്കുകയാണ് കേട്ടോ. അവിടെയുണ്ട് ഇതേപോലെ ഒരു ഷെൽട്ടർ. ബാക്കിയുള്ളതൊക്കെ അവിടെയാണ് രാത്രിയൊക്കെ കിടക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ആ വൈറ്റ് മെയിലാണ് ഇതിൽ ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നിർത്തിയിരിക്കുന്നത് കേട്ടോ. വളരെയധികം ശാന്തമായ സ്ഥലമാണ്. അതേപോലെ തന്നെ അവർക്ക് രാവിലെ ഞങ്ങൾ ചെല്ലുമ്പോൾ 7 മണിക്കാണ് അവിടെ എത്തിയത്. അപ്പോൾ എണീറ്റിട്ട് പുല്ല് തിന്നണ ടൈമൊക്കെ ആവുന്നുള്ളൂ എന്ന് തോന്നുന്നു. മേഞ്ഞിട്ട് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങിയിട്ട് നിൽക്കുന്ന സമയമാണിത്. അതിൻ്റെ ഇടയിൽ ഒരു അമ്മയും കുഞ്ഞും ഇപ്പോൾ ഓടി വരും കേട്ടോ. ഞങ്ങളെന്തോ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് മുപ്പത്തിയാരെയും കുഞ്ഞിൻ്റെയും ചിന്ത. എന്തോ കാര്യപ്പെട്ടത് എടുത്തു വെച്ച പോലെയാണ് മുപ്പത്തിയാർ വന്ന് നോക്കുന്നത് കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇലയൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്തപ്പോൾ കഴിക്കൊന്നും ഉണ്ടായില്ല, വേഗം ഓടി പോവുകയും ചെയ്തു. പിന്നെ ഈ ചെമ്മരിയാടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് വർഷത്തിൽ ഒരു പ്രസവം മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഒരു പ്രസവത്തിൽ 2 കുഞ്ഞുങ്ങളുണ്ടാവും. പിന്നെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കേണ്ട സമയം എന്ന് പറയുന്നത് 18 to 24 മാസമാണ്. അതായത് ഫസ്റ്റ് ബ്രീഡിങ് ടൈം എന്ന് പറയുന്നത് 2 വയസ്സാണ് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇവരുടെ രീതി എന്ന് പറയുന്നത് സാധാ നാടൻ ആടിൻ്റെ പോലെ തന്നെയാണ്. പിന്നെ ഇവർക്കുള്ള ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ കൊടുക്കുന്ന പോലെ ഒരു ഗരാഹാരവും ഇദ്ദേഹം കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. കൊടുക്കുന്നത് വെറും പച്ചപ്പുല്ലും അതേപോലെ തന്നെ വെള്ളവും. അപ്പം ഞാൻ ചോദിച്ചു, വെള്ളമൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഭാഗത്ത് കൊണ്ടുവരിക, ഒന്നല്ലെങ്കിൽ ടാങ്കിൽ നിങ്ങൾ ശേഖരിക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടന്ന് പോയി കഴിഞ്ഞാൽ തോട് കാണാം, അരുവി കാണാം, കുളം കാണാം. അതിൻ്റെ വെള്ളം ആവശ്യമുള്ളവർ അവിടെ പോയിട്ട് വെള്ളം കണ്ടെത്തുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ വീഡിയോയിൽ ഇദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. കൂടുതൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നറിയില്ല, അതുകൊണ്ടാണ് ഞാനത് വോയിസ് ഇല്ലാതാക്കിയത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മഴക്കാലമായി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇതേപോലെ പുല്ലും വെള്ളമുള്ള സമയത്ത് എന്തു ചെയ്യും, അവരിവിടെ തന്നെ നിലനിർത്തും. അതേ സ്ഥാനത്ത് ഇതിനേക്കാളും കഠോരമായ ചൂടും അതേപോലെ ഒരു പുൽക്കൊടി പോലും കരിഞ്ഞു നിൽക്കുന്ന സമയം വരും അത്രേ. ആ സമയത്ത് ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അടുത്തുള്ള സ്റ്റേറ്റിന് ഇവർ ആശ്രയം തേടുമെന്നാണ് പറയുന്നത്. അതായത് ഒന്നല്ലെങ്കിൽ കർണാടകയിലേക്കോ കേരളത്തിലേക്കോ അവിടെ പോയിട്ട് അവിടെയുള്ള ആൾക്കാരോട്, പാവപ്പെട്ട ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ടാവും, അവരോടൊക്കെ ചോദിച്ചിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് ഇവരുടെ ആടുകളെ ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇവർ നോക്കുന്നത്. പക്ഷേ അതെങ്ങനെയാണ് മുതലാവുന്നതെന്നും മനസ്സിലാവുന്നില്ല. എന്നിരുന്നാലും അങ്ങനെയും കഷ്ടപ്പെട്ട് നോക്കാൻ ഇദ്ദേഹം തയ്യാറാണ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പോകുന്നത് കാടിൻ്റെ ഉള്ളിലേക്കാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ കാണുന്നതാണ് ആദ്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയത്. ഇത് പനയുടെ കമ്പ് കൊണ്ട് മാത്രം വട്ടനെ ചുറ്റി പിടിച്ച് കെട്ടി ഉണ്ടാക്കിയ കൊട്ടയാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് രാത്രി കാലങ്ങളിൽ കുട്ടികളെ സേഫാക്കിയിട്ട് നിർത്താൻ വേണ്ടിയിട്ട്, കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവുമല്ലോ, അപ്പോൾ കുട്ടികളെ സേഫാക്കി നിർത്താൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നതാണിത്. പിന്നെ പോണത് നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിൽ ഇവർ മേഞ്ഞു വന്നിട്ട് രാത്രി കിടന്നുറങ്ങുന്ന ഒരു ഷെൽട്ടർ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം രാത്രി 2 മണി വരെയൊക്കെ ഈ കാടിൻ്റെ ഉള്ളിൽ ഇരിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് പകൽ സമയത്ത് പോകാൻ തന്നെ വളരെയധികം ഭയമുണ്ട്. പക്ഷേ എങ്ങനെയാണാവോ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഷെൽട്ടറും അതേപോലെ തന്നെ ആട്ടിൻ കുഞ്ഞുങ്ങളുടെ ഷെൽട്ടറുമാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞിരുന്നില്ലേ കുഞ്ഞുങ്ങളാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു 4-5 കൊട്ടോളം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ പുല്ല് ഉണ്ടല്ലോ, ഈ പുല്ല് കെട്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ഇട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അത് തുറക്കുന്നുണ്ട്, കണ്ടോ. അതിൻ്റെ ഉള്ളിൽ പുല്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ, പിന്നെ വിശക്കുമ്പോൾ അത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാവും അങ്ങനെയൊക്കെ വെച്ച് കൊടുത്തിരിക്കും. ഇതെവിടേക്ക് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കണം എന്നുണ്ടെങ്കിലും വളരെയധികം ഉപകാരമാണ്. ഇങ്ങനെയുള്ളൊരു ചെറിയൊരു കൊട്ട നമുക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരമാണ്. കുഞ്ഞുങ്ങളെ പകൽ സമയത്ത് പിടിച്ചിടാൻ വേണ്ടിയിട്ട്. രാത്രി കാലങ്ങളിൽ കൂട്ടിലാക്കിയാലും കുഴപ്പമില്ലല്ലോ. അതേപോലെ കോഴിയെയും ഇങ്ങനെ ചെയ്യാം, നെറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാം.
കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും കീരിയിൽ നിന്നൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇതിൽ ടാർപോളിൻ ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഗ്യാസിലേക്കും അതേപോലെ തന്നെ സ്റ്റൗവിലേക്കും കണക്ട് ചെയ്യുന്ന പൈപ്പ്, വളരെയധികം ചിലവ് ചുരുങ്ങിയ രൂപത്തിലാണ് ഇവരൊക്കെ ആടുകളെ മേയ്ക്കുന്നത്. നമ്മളൊക്കെ ഒരുപാട് ചിലവാക്കിയിട്ടാണ് 5-10 ലക്ഷം രൂപ ഒക്കെ കൊടുത്ത്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കട്ടിൽ. ഇതിൻ്റെ ഉള്ളിലാണ് അദ്ദേഹം 2 മണി വരെ ഇരിക്കുക എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ഈ കൊട്ട വെച്ചിട്ട് മൂടും അത്രേ. അത് വന്യജീവികളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. അതേസമയം തീ കാണിച്ചാൽ അവർ പോകുമെന്നാണ് പറയുന്നത്. അപ്പം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജനത നോക്കി വളർത്തി ഉണ്ടാക്കുന്നത് എന്ന് കേട്ടോ. നമ്മളൊക്കെ സ്വർഗത്തിലാണ് ഇതിനൊക്കെ അപേക്ഷിച്ചിടത്തോളം. ஆட்டுக்கு இதை சீவி பார்த்துட்டு இந்த மண்ணெண்ணெயை கொஞ்சம் ஊற்றினோம்னா காலை ஊண்டிடும். മുള്ളു കുത്തിക്കഴിഞ്ഞാൽ അവർ ഈ കുളമ്പിൻ്റെ അവിടെ നിന്ന് ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം ഈ മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്നത് ചില മണ്ണിൻ്റെ പ്രത്യേകതയുണ്ട് അത്രേ. ആടുകൾ ഭക്ഷണം കഴിക്കുന്നതിൽ അല്ലെങ്കിൽ അവിടുത്തെ പുല്ലുകൾ കഴിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ പുല്ല് കഴിക്കുമ്പോൾ പെട്ടെന്ന് നന്നാവും. അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ എത്ര ഇനി എന്ത് ഭക്ഷണം കൊടുത്താലും നന്നാവില്ല എന്ന് പറയുന്നത്. അത് ചില മണ്ണിൻ്റെ ആണെന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെ പുല്ലുണ്ടായിട്ടും പുല്ലൊക്കെ കടിച്ചു പിടിച്ച് തിന്ന് ഒക്കെ നടന്നാലും എത്ര എന്നാലും ഒന്നൊരു പുഷ്ടി വരില്ല എന്ന്. അതേപോലെ തന്നെ കേരളത്തിലേക്ക് ഇവർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു 10 ദിവസം പുല്ല് തിന്ന് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ വളരെയധികം പുഷ്ടിയിലാണ് ഇങ്ങോട്ട് വരുന്ന കാലങ്ങളിൽ ഉണ്ടാവുക. അത് ചില മണ്ണിൻ്റെ ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. அதுக்கப்புறம் நான் வச்சுருக்கேன். எங்கள் அப்பாவுக்கு இப்போ முடியல. இப்போ இதை நான் தான் பராமரிச்சுட்டு வரேன். இப்போ எனக்கு இதுக்கு ஹெல்ப் பண்ண யாரும் கிடையாது. நான் ஒரு ஆள் தான் இதை வச்சு மெயின்டைன் பண்ணுறேன். ஆட்டோட விலை இன்றைக்கி 7,000 7,500 வரைக்கும் போகுது. வருமானம் இது பத்தலை. இன்னும் அதிகமாக இருந்தால் நல்லாயிருக்கும். കുമാറിൻ്റെ ഫാദറിന് വയ്യാതിരിക്കുകയാണ്. അതിനുശേഷം ഇദ്ദേഹം ഇത് ഏറ്റെടുത്ത് നടത്തുന്നു എന്നാണ് പറയുന്നത്. 6,000-7,000 ചിലപ്പോൾ 10 കിലോനുള്ള ആടിന് ഈ നാട്ടിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് വരുമാനം കുറവാണെന്നാണ് പറയുന്നത്. അതിനേക്കാളും കുറവിനാണ് ചോദിക്കുന്നത്. അതപ്പോൾ കേരളത്തിലേക്കൊക്കെ അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്യാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അവിടേക്ക് വിൽക്കാൻ തയ്യാറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാനിവിടെ രേഖപ്പെടുത്താം. ആവശ്യമുള്ളവർ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഇവിടുന്ന് നല്ല നല്ല ആടുകളെ ശേഖരിക്കുക. പിന്നെ ഇതാണ് നമ്മുടെ കുമാർ ഫാമിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. തമിഴ്നാടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, വിശ്വസ്തയോട് കൂടിയിട്ട് ആ ഒരു മുതലിനെ ഒരു പൂട്ടും താഴും ഇല്ലാതെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ പറ്റും. വളരെയധികം ചിലവ് കുറഞ്ഞിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുമെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും അടിപൊളി ഗേറ്റാണ് കേട്ടോ. വലിയ ചിലവൊന്നുമില്ല. വളരെയധികം സന്തോഷം തോന്നി. ഈ തമിഴ്നാടൻ ജനതയുടെ ഒരു വിശ്വസ്തതയാണ് ഇതിൽ പറയുന്നത്. പറയും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത്. പക്ഷേ ഒരിക്കലും അല്ല, അവർ വളരെയധികം സത്യസന്ധതയുള്ളവരാണ് എന്നാണ് ഈ ഒരു കാഴ്ച നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ടാണ് ഞാനത് ഡിലീറ്റ് ആക്കിയത്. അപ്പോൾ ആർക്കും ആരോടും പരിഭവം തോന്നരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ വരും. ആ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാവിധ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ സലീം കാക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് മീ ദിയാന നസൽ ഫ്രം സെഹിറ കിച്ചൻ ആൻഡ് ഗോഡ് ഫാം. സ്റ്റേ ട്യൂൺഡ്.